ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കൂവപ്പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൂവപ്പായസം തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ 1 കപ്പ് കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ കൂവ പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ചേർത്താം. നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇത് തെളിഞ്ഞ് വരട്ടെ, നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം. വെള്ളം തെളിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ? ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കിയതാണ്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. കണ്ടോ? ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. 1.5 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലപോലെ കൈ വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒരു 300 ഗ്രാം ശർക്കരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ശർക്കര അലിഞ്ഞു തുടങ്ങുന്നുണ്ട്. നല്ലപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ശർക്കര വേണമെങ്കിൽ പൊടിച്ചും ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നതും കുഴപ്പമില്ല. 2 രീതിയിലും ചെയ്യാം. കൂവയെല്ലാം ഒന്ന് കുറുകി വരുന്നുണ്ട്. കൂവയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് വയറിൽ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ വയറുവേദന അങ്ങനെയുള്ളതൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ കൂവയാണ് ഏറ്റവും നല്ലൊരു മെഡിസിൻ. ഇപ്പോൾ കൂവ നല്ലപോലെ കുറുകി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്താം. ഇപ്പോൾ നമ്മൾ 1 മൂടി തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തി നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ കൂവ നല്ലപോലെ കുറുകി വരും. കൈവിടാതെ ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ നെയ്യ് ചേർത്താം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ഏലയ്ക്ക കുറച്ച് പഞ്ചസാര ചേർത്തി പൊടിച്ചെടുത്തതാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തിരുവാതിരയ്ക്ക് നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ റെഡി ആവാറായിട്ടുണ്ട്. കണ്ടു, ഇങ്ങനെ തിളച്ച് തുടങ്ങുന്നത് അതിനർത്ഥം നമ്മളുടെ കൂവ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ കൂവ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കൂവ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.